ചലച്ചിത്ര ചിത്രീകരണം ഏറെ മുന്നൊരുക്കങ്ങൾക്കു ശേഷം മാത്രം നിവർത്തിക്കപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. ചിത്രീകരണ സ്ഥലം അഥവാ ലൊക്കേഷനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തയ്യാറാകുന്ന ചിട്ടയായ കടലാസു പണികളിലാണ് ചിത്രീകരണത്തിന്റെ കരടുരേഖ രൂപപ്പെടുന്നത്. ചലച്ചിത്ര രചനയുടെ ഒരു സാമ്പ്രദായിക രീതി എന്ന് പറയുന്നത് തിരക്കഥ എഴുതി കഴിഞ്ഞിട്ടൊരു ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുകയാണ്. ഹോളിവുഡിൻ്റെയൊക്കെ സ്റ്റൈൽ അതാണ്. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ്, ഷോട്ടിൻ്റെ നമ്പർ, ടൈപ്പ് ഓഫ് ഷോട്ട്, ഈവൻ ഈ ഷോട്ട് ഡ്യൂറേഷൻ വരെ നേരത്തെ നിശ്ചയിച്ചിട്ട് അത് തയ്യാറാക്കി അതിൻ്റെ കോപ്പികളെടുത്ത് ഈ ടെക്നീഷ്യൻസിൻ്റെ ഇടയിൽ ഒക്കെ കൊടുത്ത് അങ്ങനെ വർക്ക് ചെയ്യും. അങ്ങനെയും ചെയ്യാം. അത് വളരെ സൗകര്യമാണ്. കാരണം നമുക്ക് ഒരു സംശയവുമില്ല അടുത്ത് ചെയ്യേണ്ട ഇതാണ് എന്ന് പറയാം. പക്ഷേ കുറച്ചുകൂടെ ഒരു സൃഷ്ടിപരമായ രീതി എന്ന് പറയുന്നത് നമ്മൾ ചെല്ലുന്ന ലൊക്കേഷൻ, അവിടുത്തെ സാഹചര്യം, ഇതിനൊക്കെ അനുസരിച്ച് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട്, ഒരുപക്ഷെ കടലാസിൽ എഴുതി വെച്ചതിനേക്കാളും ഇഫക്റ്റീവ് ആകുന്നത് ഇതിങ്ങനെ ചെയ്യുമ്പോഴാണെന്നുള്ളൊരു ബോധത്തോടു കൂടി അതിലൊരു മാറ്റം വരുമ്പോഴാണ്. അപ്പോൾ ഈ എഴുതിയ തിരക്കഥ ഇയാളിങ്ങനെ പേറിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു തിരക്കഥാകൃത്ത് ഒരു തിരക്കഥ എഴുതി നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എന്തൊക്കെയാണ് അവരുടെ ജോലി സൗകര്യത്തിനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ സീൻ, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു 70-80 സീൻ ഉണ്ടാവും. ഇത് വളരെ ഇതിൻ്റെ തന്നെ ഏറ്റവും ക്യാപ്സ്യൂൾ രൂപമാണ് നമ്മൾ ഈ 1 ലൈനിലേക്ക് ആക്കുന്നത്. ഈ 1 ലൈൻ എൽസമ്മ എന്ന ആൺകുട്ടിയുടെയാണ്. അപ്പോൾ ഇത് 1ാമത്തെ സീൻ മുതൽ ഇത് 1. അപ്പോൾ ഈ ഒരു സീനാണിത്, 2ാമത്തെ സീൻ ഇത്, 3ാമത്തെ, അങ്ങനെ ഇങ്ങനെ സീനുകളുടെ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നമ്മൾ ഏതൊക്കെ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെ വരുന്നു, ഇവിടെ നമ്മൾ സ്പെഷ്യൽ പ്രോപ്സ് എന്തെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഇത് എല്ലാവർക്കും കൊടുക്കുകയാണെങ്കിൽ സിനിമയിലുള്ള മൊത്തത്തിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇതിലെഴുതിയിരിക്കുന്നത് ഈ കോളത്തിൽ സീൻ നമ്പർ 1, അടുത്തത് ലൊക്കേഷൻ, അടുത്തത് ഡിസ്ക്രിപ്ഷൻ, അടുത്തത് ക്യാരക്ടേഴ്സ്, അടുത്തത് പ്രോപ്പർട്ടി. സീൻ നമ്പർ 1 ബാലൻപിള്ള സിറ്റി, വഴി, ഡേ, ഏർലി മോർണിംഗ്, എക്സ്റ്റീരിയർ. ഡിസ്ക്രിപ്ഷൻ: എൽസമ്മ പാൽക്കാരൻ ഉണ്ണികൃഷ്ണനെ കാണുന്നു. തന്നെ പാലുണ്ണി എന്ന് വിളിക്കരുതെന്ന് എൽസമ്മയോട് പറയുന്ന ഉണ്ണി. പാലുണ്ണി എന്ന പേരാണ് കൂടുതൽ യോജിച്ചതെന്ന് ഉണ്ണിയോട് പറയുന്ന എൽസമ്മ. ആ സീനിൽ വരുന്ന ക്യാരക്ടേഴ്സ് എൽസമ്മയും ഉണ്ണിയും. പ്രോപ്പർട്ടി: പാൽക്കാരൻ്റെ സൈക്കിളും എൽസമ്മയുടെ സൈക്കിളും പാൽക്കാരൻ്റെ മോപ്പഡും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആ സീനിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു സംക്ഷിപ്ത വിവരണം ഇതിലുണ്ടാവും. അതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്നുണ്ടാവും, അതിലെന്തൊക്കെ പ്രോപ്പർട്ടീസാണ് വേണ്ടത്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ. ഇതിനാണ് 1 ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബാലൻപിള്ള സിറ്റിയിൽ നടക്കുന്ന ഒരു കഥ. അപ്പോൾ ബാലൻപിള്ള സിറ്റിയിൽ ലൊക്കേഷനിൽ മാത്രം വരുന്നൊരു സംഭവം വെച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇതാണ് ബ്രേക്ക് ഡൗൺ. ഇപ്പോൾ ഇത് നമ്മുടെ നീലത്താമര എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഇതാണ്. അപ്പോൾ ഹരിയുടെ തറവാട്, ഹരിയുടെ മുറി. അപ്പോൾ ഈ ഹരിയുടെ മുറിയിൽ എന്തൊക്കെ സീനുകളാണ്, ഇപ്പോൾ 19ാമത്തെ സീനും 27ാമത്തെ സീന്, 26ാമത്തെ സീന്, 30ാമത്തെ സീന്, ഇത് ഹരിയുടെ റൂമിൽ നടക്കുന്നു. ഇത് അമ്പലം, പട്ടാമ്പി, ഏത് സ്ഥലമാണ് പട്ടാമ്പിയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സീൻ 40, സീൻ 35B, അങ്ങനെയുള്ള സീനുകൾ അവിടെ വെച്ച് നടന്നു. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർട്ടിങ്ങിന് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ സീനുകളാണ് എടുക്കുന്നത്. അതായത് ഒരു സിനിമയിലെ സീനുകൾ ആദ്യം നമ്മൾ 1 ലൈനായിട്ട് തരംതിരിക്കും. 1 ലൈനിൽ സിനിമയിൽ വരുന്ന ഓർഡറിൽ സീൻ നമ്പർ 1, സീൻ നമ്പർ 2, സീൻ നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതെവിടെ നടക്കുന്നു, അത് ഡേ ആണോ നൈറ്റാണോ, അതിലഭിനയിക്കുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അതിലുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് ഫുൾ സിനിമയെക്കുറിച്ചൊരു ധാരണ ഏറ്റവും മിനിമം വാക്കുകളിൽ, മിനിമം പേജുകളിൽ നമുക്ക് നൽകും. ഈ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഈ സിനിമയിൽ തന്നെ ഈ 1 ലൈനിൽ തന്നെ ഒരു 5-10 ലൊക്കേഷൻസ് ഉണ്ടായിരിക്കും. ഒന്ന് ഒരു തറവാടായിരിക്കാം, ഒന്ന് ഒരു അമ്പലമായിരിക്കാം, അമ്പല പരിസരമായിരിക്കാം, മറ്റൊന്ന് നായകൻ്റെ വീടായിരിക്കാം. അങ്ങനെ ഒന്ന് റോഡായിരിക്കാം, ഒന്നൊരു ഹോസ്പിറ്റലാവാം, ഒന്നൊരു പോലീസ് സ്റ്റേഷനാവാം. ഇപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ എത്ര സീനുകളുണ്ട്, ആ സീനുകൾ മൊത്തം തുടർച്ചയായിട്ട് എഴുതും. അങ്ങനെ ഇതിനെ സിസ്റ്റമാറ്റിക് ആക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഷോർട്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറയും. ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ നാടകത്തിലെ പോലെ തന്നെ 1-ാം രംഗം മുതൽ 1, 2, 3 എന്നുള്ള ക്രമത്തിലല്ല സിനിമയിൽ നമ്മൾ ചിത്രീകരിക്കുന്നത്. അവിടെയും പലപ്പോഴും ആധാരം സമയം, സ്ഥലം. മൂന്നാമതൊരു എലിമെൻ്റ് ഉണ്ട്, ഈ ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി.
ഇപ്പോൾ പിന്നെ ചിലപ്പോൾ ഒരാളിൻ്റെ വിവാഹവും അത് കഴിഞ്ഞിട്ടുള്ള ജീവിതവും അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ മരണവും ഇതെല്ലാം ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും നടക്കുന്നത്. അപ്പോൾ നമ്മൾ സിനിമയുടെ ഒരു തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലുള്ള രംഗങ്ങളെല്ലാം അങ്ങോട്ട് ഒരുമിച്ചായിരിക്കും ചിത്രീകരിക്കുന്നത് തുടരെയായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രംഗങ്ങളെല്ലാം ചേർത്ത് ഈ ഒരുമിച്ച് മാറ്റി ഓരോന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പ്രത്യേകമായിട്ട് മാറ്റി ചേർക്കുന്നതിനാണ് ഷോർട്ട് ബ്രേക്ക് ഡൗൺ വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന എല്ലാ രംഗങ്ങളിലേക്ക് ഇന്ന കഥാപാത്രങ്ങൾ ആവശ്യമുണ്ട്, ഇന്ന ആർട്ടിസ്റ്റാണ് ആവശ്യം എന്നൊക്കെയുള്ളത് അതുപോലുള്ള ചാർട്ടുകൾ തയ്യാറാക്കാനായിട്ട് അത് ഉപയോഗപ്പെടും. അത് സാധാരണഗതിയിൽ അസിസ്റ്റൻസിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രധാനമായിട്ടും ഒരു സ്ഥലം ഒന്ന് ഷൂട്ട് ചെയ്തേച്ച് പോയേച്ച് വന്നിട്ട് പിന്നെ അവിടെ തന്നെ തിരിച്ചു വന്ന് ചെയ്യുന്നതിന് പകരം അവിടെ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗം മാത്രമാണ്. ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ പിന്നെ ചാർട്ടിങ് വളരെ എളുപ്പമായി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ആർട്ടിസ്റ്റുകളെ മാത്രം വിളിക്കുന്നൊരു സൗകര്യത്തിന് അത് നമ്മൾ ചാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിൽ എന്തെല്ലാം എടുക്കുന്നു എന്നറിയാൻ വേണ്ടി നമ്മൾ ചാർട്ട് ചെയ്യുന്നു.